Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 13 ആണ്. കീ എലമെന്റ്സ് ഓഫ് എ സക്സസ്ഫുൾ ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ. നല്ല രീതിയിൽ ഒരു ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ നടത്തണമെങ്കിൽ വേണ്ട എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് 3 essay ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമ്പോണൻസ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ്. ഒരു ഓൺ പേജ് ഓപ്റ്റിമൈസേഷനെ മേക്കപ്പ് ചെയ്തെടുക്കുന്ന കോമ്പോണൻസ് എന്താണ് അല്ലെങ്കിൽ ടെക്നിക്സ്. ഇതാണ് ആ 10 പോയിന്റ്. കണ്ടന്റ് ക്വാളിറ്റി ആൻഡ് റെലവൻസ്, ടൈറ്റിൽ ടാഗ്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, URL സ്ട്രക്ചർ, ഹെഡർ ടാഗ്, ഓപ്റ്റിമൈസ്ഡ് ഇമേജസ്, ഇന്റേണൽ ലിങ്കിങ്, യൂസർ എക്സ്പീരിയൻസ്, സ്കീമ മാർക്കപ്പ് ആൻഡ് കണ്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഇതിൻ്റെ ഓരോ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. കണ്ടന്റ് ക്വാളിറ്റി ആൻഡ് റെലവൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കുറേ പോയിന്റുകളാണ്. കാരണം കുറേ ഇൻട്രസ്റ്റഡ് ക്വറീസും കാര്യങ്ങളൊക്കെ ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് അഡ്രസ്സ് ചെയ്യപ്പെടും. അതിൻ്റെ ഒറിജിനാലിറ്റി എൻഷുർ ചെയ്യുക, വെൽ റിട്ടൺ ആയിരിക്കണം, യുണീക്ക് ഇൻസൈറ്റോ സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നല്ല കൃത്യമായിട്ടുള്ള ടൈറ്റിൽ ടാഗ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. മെറ്റാ ടൈറ്റിൽസ് ഷുഡ് ഓപ്റ്റിമൈസ് ചെയ്യുക, ഡിസ്ക്രൈബ് ദ പേജ് ഓഫ് കണ്ടന്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആ ടാഗിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പ്രൈമറി കീവേഡ്സ് ഉണ്ടായിരിക്കണം, അതിൻ്റെ ടൈറ്റിലിനോട് അടുത്ത് തന്നെ ഈ ഒരു വേർഡ് ഉണ്ടായിരിക്കുക. ഏകദേശം 50 to 60 ക്യാരക്ടേഴ്സ് വരെയാണ് അതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് ഇത് രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തേൽ പറയുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ സമ്മറൈസ് ചെയ്യണം ആ പേജ് കണ്ടന്റിൻ്റെ മൊത്തത്തിൽ എന്താണുള്ളത് അതിനെ സമ്മറൈസ് ചെയ്യുന്നു. ആൻഡ് നാച്ചുറലി ഇൻകോർപ്പറേറ്റ് ചെയ്യുക, പ്രൈമറി കീവേഡ്സുമായിട്ട് കണക്ട് ചെയ്യുക, വാല്യുബിൾ ഇൻഫർമേഷൻ ഫോക്കസ് ചെയ്യുക, യൂസർ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വേണ്ട ഇൻഫർമേഷൻ യൂസറിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. പിന്നെ URL സ്ട്രക്ചർ പറയുന്നുണ്ട്. വളരെ ഫ്രണ്ട്ലി, ഷോർട്ട് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കീവേഡ്സൊക്കെ ഹൈഫൺസ് യൂസ് ചെയ്യാം, ഓരോ വേർഡ്സ് സെപ്പറേറ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. റീഡബിലിറ്റി ഉണ്ടായിരിക്കും, കോണ്ടെക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. വെൽ സ്ട്രക്ചേർഡ് URL ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വായിക്കാനും പേജ് കണ്ടന്റ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാനൊക്കെ അവിടെ പറ്റുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഹെഡർ ടാഗ്സ്, H1 H2 A3 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹെഡർ ടാഗുകൾ കൊടുക്കുക എന്നുള്ളതാണ്. മെയിൻ ഹെഡിങ്സ് ഇങ്ങനെ കൊടുക്കുക, HT അങ്ങനെ സബ് ഹെഡിങ്സ് ഒക്കെ. മെയിൻ H എന്ന് കൊടുത്തിട്ട് HT എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുത്തിട്ട് സബായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇൻ ദീസ് ടാഗ്സ് സിഗ്നൽ പേജിൻ്റെ ടോപ്പിക്കുകൾ സ്ട്രക്ചേർഡ് ടു സെർച്ച് എൻജിൻസ്. ഈ ഒരു ടെക്നിക്കൽ സ്ട്രാറ്റജിക്കലി യൂസിങ് ഹെഡർ ടാഗ് വിത്ത് റെലവൻറ്റ് കീവേഡ്സ് കൊണ്ടാണ് ഉപയോഗിക്കേണ്ടത്. നല്ല പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക ഹെഡർ ടാഗ്സ് ഒക്കെ. പിന്നെ ഓപ്റ്റിമൈസ് ചെയ്യുക ഇമേജസിനെയൊക്കെ, യൂസ് ഡിസ്ക്രിപ്റ്റീവ് ഫയൽ നെയിംസിനെയൊക്കെ ഓപ്റ്റിമൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. റിലവൻ്റ് ഇമേജ് കീവേഡ്സ് കൊണ്ടാണത് നമ്മൾ ആട്രിബ്യൂട്ട്സ് ആയിട്ടിവിടെ കാണിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പേജ് ലോഡിങ് സ്പീഡ് ഒന്ന് കൂട്ടുക, യൂസറുടെ എക്സ്പീരിയൻസ് ഒന്ന് എൻഹാൻസ് ചെയ്യുക, SEO പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുക. ഈ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജ് ഫയൽ നെയിംസ് ആയിട്ടോ ഓൾട്ട് ടെക്സ്റ്റ് ആയിട്ടോ ഒക്കെ സൈസ് ടു ഇംപ്രൂവ് SEO ആക്സസിബിലിറ്റീനെ ബേസ്ഡാണ് ചെയ്യുന്നത്. പിന്നെ ഇൻറ്റേർണൽ ലിങ്കിങ് ആണ് പറയുന്നത്. ലിങ്ക് ടു അതർ റെലവൻറ്റ് പേജസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക ആ ഒരു സൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ആങ്കർ ടെക്സ്റ്റ് ടു എയ്ഡ് നാവിഗേഷൻ, ഡിസ്ട്രിബ്യൂട്ട് ലിങ്ക് ഇക്വിറ്റി, എൻഹാൻസ് സെർച്ച് എഞ്ചിൻ ക്രോ ലൈബ്രറി. ഇതാണ് ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കുക, വെബ്സൈറ്റ് റെസ്പോൺസീവ് ആയിരിക്കുക, ഓപ്റ്റിമൈസ്ഡ് അക്രോസ് ഓൾ ഡിവൈസസ്, എൻഹാൻസ് പേജ് ലോഡിങ് സ്പീഡൊക്കെ ഒന്ന് കൂട്ടുക, ലിവറേജ് ചെയ്യുക ബ്രൗസർ കാച്ചിങ്ങും, അൺനെസറി സ്ക്രിപ്റ്റും പ്ലഗിൻസൊക്കെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് സ്കീമ മാർക്കപ്പാണ്. സ്കീമ മാർക്കപ്പിൻ്റെ വേറൊരു പേരാണ് സ്ട്രക്ചേർഡ് ഡാറ്റ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആഡ്സ് കോണ്ടെക്സ്റ്റ് ടു കണ്ടന്റ് ഫോർ സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിനിലേക്ക് വരുന്ന കണ്ടന്റുകളുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. സ്കീമ മാർക്കപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻ്റഗ്രേറ്റഡ് വെബ്സൈറ്റ് HTML ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നതാണ്. സെർച്ച് എഞ്ചിൻ തന്നെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ കണ്ടന്റ് മോർ പ്രിസൈസ് ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കണ്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. കണ്ടന്റ് എല്ലാം റെലവൻ്റ് ആയിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം, കറണ്ട് ട്രെൻഡിനനുസരിച്ച് പോകുന്ന കാര്യങ്ങളായിരിക്കണം. അത് മോണിറ്റർ മെട്രിക്സും ബൗൺസ് റേറ്റും ടൈം ഓൺ പേജും കൺവേർഷൻ റേറ്റും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഇത്രയാണ് അതിൻ്റെ കോമ്പോണൻറ്റ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്, അപ്പോൾ ഇതാണ് ഒരു
ചാപ്റ്ററിൻ്റെ മെയിനായിട്ട് ഒരു ടോപ്പിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കീവേഡ്സ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുക? സ്ട്രക്ചേർഡ് അപ്രോച്ച്, എങ്ങനെയാണ് ഒരു കീവേഡ് SEO ക്യാമ്പയിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക? ഒന്ന്, റെലവൻ്റ് ആയിട്ടുള്ള ഒരു കീവേഡ് ആയിരിക്കണം, വളരെ ക്ലോസ്ലി റിലേറ്റ് ആയിരിക്കണം നമ്മുടെ ബിസിനസ്സും പ്രോഡക്ട്സും സർവീസ് ഓഫർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോവുമായി ടാർഗറ്റ് കീവേഡ്സ് ലൈക്ക് പ്രൊഫഷണൽ വെഡിങ് ഫോട്ടോഗ്രാഫർ ഓർ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി സർവീസ്. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു കാര്യമായി അവിടെ കൊടുക്കാവുള്ളത്. റെലവൻ്റ് ആയിരിക്കുക. സെർച്ച് വോളിയം, കീവേഡ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വളരെയധികം സെർച്ച് ചെയ്യാനും മീനിങ് ഫുൾ ആയിട്ടുള്ള ട്രാഫിക്കിനെ വെബ്സൈറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടൂൾസ്, ഗൂഗിൾ കീവേഡ്സ് പ്ലാനറൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ആണല്ലോ നമ്മുടെ കോമ്പറ്റീഷൻ ലെവലൊന്ന് അസസ് ചെയ്യണമെങ്കിൽ. ബാലൻസ് ചെയ്യണം ഹൈലി കോമ്പറ്റേറ്റീവ് വേർഡ്സും അല്ലെങ്കിൽ ഒട്ടും അത്ര തന്നെ അല്ലാത്തതും തമ്മിലുള്ള ഒരു ബാലൻസിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലോങ് ടെയിൽ കീവേഡ്സ് ആണ് പറയുന്നത്. അതായത് നമ്മൾ ഫ്രേസസ് യൂസ് ചെയ്യുക, 3 or more വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുക, കുറച്ചുകൂടി സ്പെസിഫിക് ആവുക, കോമ്പറ്റീഷൻ ലോവർ ആയിക്കൊണ്ട് നോക്കുക. ലോങ് ടെയിൽ കീവേഡ്സ് എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹയർ പർച്ചേസ് ഇൻറ്റൻറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. സ്പെസിഫിക് ക്വറീസ് ഒക്കെ അവിടെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അഞ്ചാമത്തെ പോയിന്റിൽ ഇൻറ്റൻറ്റ് ആണ്. അതായത് കൺസിഡർ ദ യൂസർ ഇൻറ്റൻറ്റ്, ആരാണോ ഇത് യൂസ് ചെയ്യുന്നത് അവരുടെ ഉദ്ദേശം എന്താണ്, കീവേഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകാനുള്ള അവരുടെ ഉദ്ദേശവും അതിനനുസരിച്ചുള്ള ഇൻഫർമേഷനും ആയിരിക്കും. കമ്പയർ പ്രോഡക്ട്സ്, അതേപോലെ പ്രിപ്പയർ ചെയ്യുക, ഒരു പർച്ചേസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. പിന്നെ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കീവേഡ്സ് നമുക്ക് കൊടുക്കാം. എവിടെയാണോ സ്ഥലം അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ആൻഡ് സീസണബിലിറ്റി ആൻഡ് ട്രെൻഡ് ഇതിൻ്റെ വേറൊരു പോയിൻ്റാണ്. അതായത് ഓരോ സീസണൽ ട്രെൻഡ്സ് അല്ലെങ്കിൽ ചേഞ്ചസ് നമ്മുടെ സെർച്ചിനെ തീർച്ചയായിട്ടും ആ ഒരു ബിഹേവിയറിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് കീബോർഡ് വേരിയേഷൻസ് ആണ് അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. യൂസർ വേരിയേഷൻസ് ഓഫ് കീവേഡ്സ്, കീവേഡ്സിൻ്റെ വേരിയേഷൻസ്, യൂസർ എങ്ങനെയൊക്കെ അത് സിനോണിമായിട്ട് റിലേറ്റഡ് ടേംസ് ആയിട്ട് ഒക്കെ അവരത് സെർച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് കീവേഡ്സ് ഉണ്ട് ഈ SEO ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ട്. അടുത്ത 10 പോയിൻ്റാണ് വരുന്നത്. ഏതൊക്കെ ടൈപ്പിലാണ് കീവേഡ്സ്? ഒന്ന്, ഷോർട്ട് ടെയിൽ കീവേഡ്സ് ഉണ്ട്. അതിനെ പറഞ്ഞ പേരാണ് ഹെഡ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ ജനറിക് ടേം ആയിരിക്കും, കൺസിസ്റ്റ് ചെയ്യുന്നത് 1-2 വേർഡ്സ് മാത്രമായിരിക്കും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫോട്ടോഗ്രാഫി ആൻഡ് ഷൂസ് ഇതൊക്കെ എക്സാമ്പിളാണ്. ലോങ് ടെയിൽ കീവേഡും വരുന്നുണ്ട്. കുറച്ചുകൂടി സ്പെസിഫിക് ഫ്രേസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ 3-3 വേർഡ്സ് ഉണ്ടായിരിക്കും. നിഷ് ഓഡിയൻസ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുന്നത്. ലോങ് ടെയിൽ കീവേഡ്സ്. മൂന്നാമത്തേൽ പറഞ്ഞിരിക്കുന്നത് ട്രാൻസാക്ഷണലാണ്. ട്രാൻസാക്ഷണൽ കീവേഡ്സ് ആണ്. അതായത് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന യൂസറുടെ ഇൻറ്റൻറ്റ് എന്താണ്, ഒരു പർച്ചേസ് അല്ലെങ്കിൽ ഒരു ആക്ഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. ലൈക്ക്, ബൈ അല്ലെങ്കിൽ സബ്സ്ക്രൈബ്, ഇതൊക്കെയാണ് ട്രാൻസാക്ഷൻ്റെ ബേസിസിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ കീവേഡ്സ് എന്ന് പറയും. ഇൻഫർമേഷണൽ കീവേഡ്സ് ഉണ്ട്. കൂടുതൽ ഇൻഫർമേഷൻസ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹൗ ടു, വാട്ട് ഈസ്, ഗൈഡ് അങ്ങനെയൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നാവിഗേഷണൽ കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വെബ്സൈറ്റ് ആ പേജിൽ കണ്ടെത്താൻ വേണ്ടിയാണ് നാവിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആൻഡ് ഇൻക്ലൂഡ് ദ നെയിം ഓഫ് കമ്പനി വെബ്സൈറ്റ്, അതിൽ നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ പേരും കൂടിയിട്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ലൈക്ക് ആമസോൺ, ഫേസ്ബുക്ക് ലോഗിനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നാവിഗേഷണൽ കീവേഡ്സ് കൊടുക്കുക. കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ കീവേഡ്സ്, ഈ കൊമേഴ്ഷ്യൽ പർപ്പസിലുള്ള കാര്യങ്ങളാണ് ചോദിച്ചാൽ അവർക്കത് വാങ്ങും വിൽക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കീവേഡ്സ്. പിന്നെ ജിയോ ടാഗ്ഡ് ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ട്. ജിയോ ടാഗ്ഡ് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക പ്രദേശത്തിൻ്റെ ബേസിസിൽ കീവേഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ലണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു സ്ഥലം അവിടെ കൂടി പറയുകയാണ് ചെയ്യുന്നത്. ആൻഡ് പേഴ്സണൽ കീവേഡ്സും ഉണ്ട്. ഇനി വ്യക്തിപരമായിട്ട് അവർക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കീവേഡ്സ് അവിടെ വരുന്നുണ്ട്. ആൻഡ് LSI കീവേഡ്സ്, അതായത് ലേറ്റൻറ്റ് സെമാൻറ്റിക് ഇൻഡെക്സിംഗ് എന്നാണ് പറയുന്നത്. അവിടുത്തെ കീവേഡ്സ് എന്ന് പറയുന്നത് സെമാൻറ്റിക്കലി റിലേറ്റഡ് മെയിൻ കീവേഡ് എന്താണോ അതിനോട് അടുത്ത് നിൽക്കുന്ന പോലെ ആയിരിക്കും അവരുടെ സബ്ബായിട്ട് വരുന്ന കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബ്രാൻഡ് കീവേഡാണ്. ബ്രാൻഡ് കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ബ്രാൻഡ് നെയിം, അതിൻ്റെ വേരിയേഷൻസ് എല്ലാം അതിൽ ആ വേർഡിൽ അവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഹെൽപ്പ് സ്ട്രെങ്തൻ ആൻഡ് ബ്രാൻഡ് വിസിബിലിറ്റി ടു അട്രാക്റ്റ്, കൂടുതൽ ആ ബ്രാൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാനും ബ്രാൻഡ് വിസിബിലിറ്റി വഴി ആളുകളെ കൂടുതൽ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ SEOൻ്റെ
ടൈപ്സ്, കീവേഡ്സ്, അതേപോലെ തന്നെ ടൈപ്സ് പഠിക്കുക, കീവേഡ്സ് പഠിക്കുക, ആൻഡ് SEO എന്താണെന്നുള്ളതും അതിൻ്റെ കോമ്പോണൻസ് നിർബന്ധമായി നോട്ട് ചെയ്യുക. അങ്ങനെ 3 മെയിൻ പോയിന്റുകളാണ് ഈ ചാപ്റ്ററിലുള്ളത് കേട്ടോ.